ഹലോ. അപ്പോൾ നമുക്ക് ഞങ്ങൾ പിലോപ്പിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഗ്രില്ലടിക്കാൻ ഇപ്പോൾ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചതമ്പിലൊക്കെ കളഞ്ഞിട്ട് ഗ്രില്ലടിക്കുക കേട്ടോ. അതിന് വേണ്ടി കത്രിക കൊണ്ടുണ്ട്. ഇതോടാകുമ്പോൾ പെട്ടെന്ന് ചതമ്പൽ പോയി കിട്ടും. ഇതിന് ഭയങ്കര ചതമ്പലാണ് ഈ മീനിന്. അത് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ കത്രിക വെച്ചിട്ട് ഇതിൻ്റെ ചതമ്പലൊക്കെ കളയട്ടെ കേട്ടോ. കത്തി വെച്ചിട്ടാകുമ്പോൾ ഇതിൻ്റെ ചതമ്പൽ അധികം അങ്ങനെ പെട്ടെന്ന് പോയി കിട്ടില്ല. ഈ കത്രികൻ്റെ ഈ മുള്ളു പറ്റി ഭാഗമുള്ളതുകൊണ്ട് പെട്ടെന്ന് ചതമ്പൽ പോയി കിട്ടും. അതായത് ഇങ്ങനത്തെ മീൻ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ പിന്നെ കത്തിൻ്റെ അടുത്തിട്ട് ചതമ്പലൊക്കെ കളയുള്ളൂ. കത്തി കൊണ്ട് അപ്പോൾ കുറേ നേരം പിടിക്കും. ഒരു സൈഡ് ചതമ്പലൊക്കെ പോയി ഞാൻ അത്ര സൈഡിൽ ഇതൊക്കെ കളയാം. അപ്പോൾ നമ്മൾ ഒരു മീനിൻ്റെ ചതമ്പൽ ഫുള്ള് കളഞ്ഞു കഴിയുമ്പോൾ ഇനി അടുത്ത പിലോപ്പി മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ചതമ്പൽ കൂടി കളയാം. കയ്യിലൊക്കെ ആകെ ചതമ്പൽ മൊത്തത്തിൽ തെറിക്കും ഇതിൻ്റെ ചതമ്പൽ കളയുമ്പോൾ. അപ്പോൾ ആകെ മേസും ഒക്കെ ആവും കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കൂടി ചതമ്പൽ കളയട്ടെ. നമ്മൾ മീനിൻ്റെ ചതമ്പലൊക്കെ കളഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ചിറകും വെട്ടി കളയാം. അപ്പോൾ നമ്മളിത് മീൻ ചതമ്പലൊക്കെ കളഞ്ഞ് ചിറകൊക്കെ വെട്ടി കളഞ്ഞിട്ടോ. തല കളഞ്ഞിട്ടില്ല. നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് അപ്പോൾ നമുക്ക് ഇതിന് കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞ് മസാലയൊക്കെ കൂട്ടിയിട്ടാ. അതൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. ഇതൊക്കെ പൊളിച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ കളഞ്ഞിട്ടാ. വേസ്റ്റൊക്കെ കളഞ്ഞു. തല കളഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ഇത് വരഞ്ഞിട്ട് മസാലയൊക്കെ തേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മസാല കൂട്ടാനുള്ള മഞ്ഞപ്പൊടി ഇടണം ആവശ്യത്തിന്. അടുത്തതായിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. നമുക്ക് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും അരച്ചതാണ് കേട്ടോ. അതുകൂടി ചേർക്കാം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. നമുക്ക് ഇതിലേക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞ് വയ്ക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർക്കാം. ഇനി നമുക്ക് 2 കറിവേപ്പിലയും കൂടി ചേർക്കാം. മൊത്തത്തിലൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മളിത് അധികം മസാല ഒന്നും ചേർന്നില്ല. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് ഈ മസാല തേച്ച് പിടിപ്പിക്കാം. മീനിലേക്ക് നന്നായിട്ട് നല്ല വിടവിട്ടിട്ട് നമ്മൾ വരഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിനുള്ളിലൊക്കെ മസാല നന്നായിട്ട് മസാല തേച്ച് പിടിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മസാല തേക്കാം. ഉള്ളിലൊക്കെ മസാല തേച്ച് പിടിക്കാം. അതെ, ഒരെണ്ണം മസാല തേച്ച് കഴിഞ്ഞു. രണ്ടാമത്തതും മസാല തേച്ച് പിടിക്കണം. നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിക്കണം. അപ്പോൾ നമ്മൾ മസാലയൊക്കെ തേച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് കുറച്ചേരം ഫ്രിഡ്ജിൽ എടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് മസാലയൊക്കെ പിടിക്കാനായിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്രില്ലടിക്കാനായിട്ട് ഗ്രില്ലൊക്കെ സെറ്റാക്കി വെച്ചിട്ട് അതിന് ഇതിൽ എണ്ണ തേക്കണം കേട്ടോ. അത് നീട്ടി വെച്ചിട്ട് എണ്ണ തടയും. അത് നമ്മൾ മൊത്തത്തിൽ എണ്ണൊക്കെ തേച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മീനെടുത്ത് വെക്കാം. അപ്പോൾ ഇതേ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് മീനിൻ്റെ ഇവിടെ നമുക്ക് ഗ്രില്ലിലേക്ക് എടുത്ത് വെക്കാം. രണ്ടും കൂടി വെക്കണം കേട്ടോ. അങ്ങനെ അവിടെ വെച്ചു. ഇവനെ ഇട്ട് വഴി വെക്കാം. ബാക്കിയുള്ള മസാലയൊക്കെ അങ്ങനെ അതേ നമ്മൾ മീനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂടിയിട്ട് അപ്പോൾ നമ്മൾ ലോക്കാക്കിയിട്ടുണ്ട്. നമുക്കിനി അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് അടുത്ത സമയം കൊണ്ട് ഗ്രില്ലാകും. അപ്പോൾ നമുക്കിത് നേരെ അടുപ്പത്തേക്ക് വെക്കാം. അടുപ്പിലാണ് കേട്ടോ നമ്മളിത് ഗ്രില്ല് ചെയ്യണത്. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ കണ്ണിലൊക്കെ ആക്കിയത്. അപ്പോൾ ഒന്ന് കണ്ണിലൊക്കെ ഒന്ന് അത് കരിയും ഗൈസ്. കരിഞ്ഞ ഫുള്ളും വേസ്റ്റ് ആവും. അപ്പോൾ നമ്മുടെ മീൻ കനലിൽ വെന്തുകൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ കുറച്ചൊന്ന് കഴിയുമ്പോൾ നമുക്ക് മറിച്ച് വെച്ചിട്ട് വേവിക്കാം. അതേമാതിരി കനലൊക്കെ ഉണ്ട്. അപ്പോൾ അടുപ്പത്ത് വെച്ച് ഗ്രില്ലാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മീൻ. അപ്പോൾ അത് നമുക്കൊന്ന് മറിച്ചിട്ട് വേവിക്കാം. ഇത് കണ്ട ഇപ്പോൾ ഈ ഭാഗമൊക്കെ ഒന്ന് ഏകദേശം ആയിന് കേട്ടോ. ഇനി കുറച്ച് നേരം അപ്പുറത്തെ ഭാഗം വേവട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടി ഇപ്പുറത്തെ ഭാഗം മറിച്ചിടാം. പിന്നെ അപ്പുറത്തെ ഭാഗം മറിച്ചിടാം. അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ.
അടുപ്പിലായതുകൊണ്ട് തന്നെ കുറച്ച് സ്ഥലം ഇതില്ല, വീതിയൊക്കെ കുറവല്ലേ. അപ്പോൾ ഇതിലേക്കുള്ള വീതി ഒന്നും ഇല്ല, എന്നാലും നമുക്കിതിൽ വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ പറ്റി കൊടുക്കട്ടെ. കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് തുറന്നിട്ട് ഒന്നുകൂടി എണ്ണ തേച്ച് കൊടുക്കണം. ഇപ്പോൾ തൽക്കാലം ഇതിൻ്റെ മുകളിൽ കൂടി എണ്ണ തേക്കണം കേട്ടോ. വെളിച്ചെണ്ണ തട്ടി തീ കത്തിയുണ്ട്. അപ്പോൾ ഇടക്കും തിളക്കൊക്കെ നമ്മളിങ്ങനെ മറിച്ചിട്ടിട്ട് എണ്ണയൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊക്കെ എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം വെന്ത് തുടങ്ങിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ ഗ്രില്ല് തുറന്നിട്ടിട്ടാ കുറച്ചൊക്കെ സ്കിൻ കഴിയുമ്പോൾ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട് മുകളിൽ കേട്ടോ. കണ്ടതൊക്കെ ആദ്യം ഒട്ടിപ്പിടിച്ചു കിട്ടാം. അപ്പം ഞാൻ കത്തിയോണ്ടാണ് ഇങ്ങനെ പതുക്കെ പതുക്കെ പിടിപ്പിച്ചെടുത്തത്. പിന്നെ നമുക്കിത് ഏതപ്പന്നെ ആയിണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത്തിരി ഇങ്ങനെ എണ്ണ പതുക്കെ തടഞ്ഞു കൊടുക്കാം. അപ്പം ഇതൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി അത് അടുപ്പത്ത് നിന്ന് ഇറക്കി വെക്കട്ടെ. അപ്പം നമ്മൾ ഇത് പതിയെ പതിയെ ഒക്കെ വിടിയിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് പാത്രത്തേക്ക് വെക്കണം. അപ്പോൾ ഇതാണ് നമുക്ക് സെർവ് ചെയ്യാത്ത പാത്രം. ഞാനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് എടുക്കാം. അപ്പോൾ അതേ നമ്മുടെ ഗ്രില്ലഡ് ഫിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെറ്റാക്കി നല്ല മണക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഗ്രില്ലഡ് ഫിഷ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇവരൊക്കെ മണം പിടിച്ച് കൊതിപ്പെട്ടിരിക്കണം. അപ്പോൾ പിള്ളേർക്കൊക്കെ കൊടുക്കട്ടെ. ഇതൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എനിക്ക് തിന്നാൻ പറ്റില്ല കേട്ടോ. ഞാൻ ഈ മീനൊന്നും കഴിക്കില്ല, അത് കാരണം എനിക്ക് പറ്റില്ല. ഞാൻ മണം പിടിച്ചിരിക്കാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ പിള്ളേർ ഇതേ ഭയങ്കര തിരക്കൂട്ടിയിരിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കട്ടെ, അവർ കഴിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു, ബൈ. ഹലോ, എന്താ പരിപാടി? കഴിക്കി. എങ്ങനെയുണ്ട്?